ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത്, ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. ആത്മഹത്യ ചെയ്ത ആത്മാക്കൾ നമ്മളെ ശിക്ഷിക്കുമോ? ആ വീഡിയോ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് അൺലിസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വന്നു. കാരണം അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. ആ വീഡിയോ തന്നെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇന്ന് ഞാൻ അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ കാരണവും ഞാൻ പറയാം. കാരണം ഞാൻ അവതരിപ്പിച്ച ഒരു വിഷയം ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. അപ്പം ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. കൃത്യമായിട്ട് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അപ്പം ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മഹത്യ ചെയ്ത ആൾക്കാരുടെ ആത്മാക്കൾ പിന്നീട് നമ്മളുടെ അടുത്ത് ഒരു ശത്രുതാ മനോഭാവത്തോട് വന്ന് നമ്മളെ ഉപദ്രവിക്കുമോ എന്നുള്ള ചോദ്യം ഒരുപാട് പേര് ചോദിച്ച ചോദ്യമായിരുന്നു. അതിന് വ്യക്തമായിട്ട് ഞാനൊരു മറുപടി കൊടുത്തു. ആ മറുപടിയോടൊപ്പം എൻ്റെ മുന്നിൽ വന്ന സമാനമായിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. അതിനെ എല്ലാം കൂടി വെച്ചിട്ട് ഞാൻ അതിനൊരു ഉദാഹരണം കൂടി പറഞ്ഞിരുന്നു. അപ്പം ഇത് ഒരു ആൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, ഇത് അവരുടെ കഥയാണ്, അവരുടെ വീട്ടിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അത് എൻ്റെ വീട്ടുകാരറിഞ്ഞാൽ എനിക്കത് കൂടുതൽ ഉണ്ടാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ വീഡിയോ നിങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ശരിക്കും ഒരു കുടുംബത്തിൻ്റെ പ്രശ്നമല്ലേ. അതിൻ്റെ പേരിൽ ഞാനത് ആ വീഡിയോ പുറത്ത് ആൾക്കാർക്ക് കാണാൻ പറ്റാത്ത വിധത്തെ അൺലിസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പം ആ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഒരു സംഭവം ആണ് ഞാൻ പറഞ്ഞത്. അത് മാറ്റി വെച്ചിട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വ്യക്തമായിട്ട് കുറച്ചുകൂടി വിശദമായി തന്നെ ഞാനത് അവതരിപ്പിക്കാം. ആത്മഹത്യ ചെയ്ത ആൾക്കാരുടെ ആത്മാക്കൾ നമ്മൾ ഉപദ്രവിക്കാറുണ്ടോ? പലരും ചോദിക്കുന്നതാണ്. അപ്പം ഈ ചോദിക്കുന്നതിൻ്റെ കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പേടിക്കുന്ന ആൾക്കാർ എന്തിനാണിത് അധികമായി പേടിക്കുന്നു എന്ന് വെച്ചാൽ, അവർ കാരണമായിരിക്കാം ഒരാൾ ആത്മഹത്യ ചെയ്തത്. കാരണം വെറുതെ ഇരിക്കുന്ന ഒരാൾ ആത്മഹത്യ ചെയ്യില്ല. ഒരു സിനിമ കാണുന്ന രസത്തോടു കൂടിയോ, ഒരു ചെറിയ മദ്യം കഴിക്കുന്നതോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ ഇഷ്ടവിനോദത്തിൽ ഏർപ്പെടുന്നത് പോലുള്ള രസമൊന്നും ആത്മഹത്യ ചെയ്യുന്നവനുണ്ടാകില്ല. അവൻ്റെ എല്ലാ പ്രതീക്ഷയും എല്ലാം നഷ്ടപ്പെട്ട് അവൻ്റെ ജീവിതത്തിൽ ഇനി ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്തിനാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത്. ആ സാഹചര്യം അവൻ ഉണ്ടാക്കിയെടുക്കുന്നതല്ല ഒരു വ്യക്തിയോ പലരോ അവനെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് സ്വന്തം ജീവനെ പോലും കളയാൻ പലരും തയ്യാറാകുന്നത്. പുറമേ പറയാൻ തയ്യാറായില്ലെങ്കിലും എല്ലാവർക്കും സ്വന്തം ജീവനെ തന്നെയാണ് എല്ലാവർക്കും പ്രിയവും ഇഷ്ടം. അതുകൊണ്ടാണ് മരിക്കാൻ മിക്ക ആൾക്കാർക്കും പേടിയാണ്. ചില ആൾക്കാർ പറയും എനിക്ക് മരിക്കാൻ പേടിയില്ല എന്ന് പറയും. അവരാണ് യഥാർത്ഥ പേടിയുള്ളവർ. അവർ ഒരു നേരം വിശന്നിരിക്കില്ല. ഒരു വണ്ടി വന്നാൽ സൂക്ഷിച്ചു പോകും. അതായത് നമ്മൾ ഏതെങ്കിലും അപകടം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൊന്നും ചെന്നപ്പെടില്ല. എന്താണ്? ചിലപ്പോൾ ചത്തുപോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അപ്പോൾ മരിക്കാൻ എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനെ, ജീവിതത്തിനോട് ഏറ്റവും കൂടുതൽ അത്യാഗ്രഹം കാണിക്കുന്ന മനുഷ്യനെ, ഞാൻ ഉൾപ്പെടെയുള്ള, അവൻ സ്വയം മരിക്കാൻ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ അത് ഒന്നോ അതിലധികമോ വ്യക്തികളുടെ സമ്മർദ്ദം കൊണ്ടാണ്. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവനെപ്പോലും നശിപ്പിച്ചിട്ട് അവന് ബാക്കിയുള്ള പ്രിയപ്പെട്ട അവൻ്റെ എല്ലാം അവൻ ഉപേക്ഷിച്ചുകൊണ്ട് ശേഷിക്കുന്ന ജീവിതവും അവൻ്റെ പ്രതീക്ഷകളും ആശകളും എല്ലാം അവ കളഞ്ഞുകൊണ്ട് ഒരു മുഴം കയറിലോ ഒരു തുള്ളി വൃക്ഷത്തിലോ പാഞ്ഞു പോകുന്ന ഏതെങ്കിലും വാഹനത്തിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ നിലയില്ലാ കയത്തിലൊക്കെ ചാടിയൊക്കെ അവൻ്റെ ജീവനെ കളയുന്നത് സഹിക്കാൻ പറ്റാതെയാണ്. അങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ്റെ ആത്മാക്കൾ നമ്മൾ ഉപദ്രവിക്കാറുണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം. അതിനുള്ള ഞാൻ പറഞ്ഞിരുന്ന കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ മറുപടി, ഒരാൾ മരിച്ചു പോയാൽ ഈ മരിച്ചു നിൽക്കുന്ന ആത്മാവിന് ഒരിക്കലും പകയുണ്ടാകില്ല. പകയെന്ന് വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പകയുണ്ടാകില്ല. അവർക്ക് സാധിക്കാതെ പോയ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല ശരീരങ്ങളിലും അവർ പ്രവേശിക്കുന്നത്. എല്ലാ ശരീരത്തിലും അവർക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അത് ഏതൊക്കെ ശരീരങ്ങളിൽ പ്രവേശിക്കാൻ പറ്റും എന്നുള്ള കാര്യം എൻ്റെ മുൻ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില മനുഷ്യ ശരീരങ്ങളുടെ മനസ്സിലേക്ക് കടന്നുകൂടി ആ ശരീരത്തിനെ കൊണ്ട്, ജീവിച്ചിരിക്കുന്ന ആ ശരീരത്തിനെ കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗോസ്റ്റുകൾ, പ്രേതങ്ങൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അവർക്ക് പക വളരെ ചുരുക്കമായി മാത്രം, അതും നമ്മുടെ പുരാണങ്ങളിൽ കഥകളിലൊക്കെ വന്നിട്ടുള്ളതാണ്, ഇങ്ങനെ പ്രതികാരദാഹിയായി വരുന്നതുമൊക്കെ. അപ്പം പ്രതികാരങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അവർക്ക് ഒരു കാരണവശാലും ഒരു മനുഷ്യനെയും
ശാരീരികമായി കായികമായി ഉപദ്രവിക്കാൻ സാധിക്കില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പോൾ അവര് എപ്പോഴാണ് ഈ ആത്മാക്കള് നമുക്ക് ദോഷകാരികളായി മാറുന്നത്? സ്വാഭാവിക മരണം സംഭവിച്ചാലും, ആത്മഹത്യയായാലും, കൊലപാതകമായാലും, അല്ലാതെ മറ്റൊരു വിധത്തിലുള്ള ദുർമരണമായാലും, അതായത് അകാല മൃത്യു വരിക്കുന്ന ആൾക്കാരുടെ ആത്മാക്കള് എല്ലാം നമുക്ക് ദോഷമായി മാറാറുണ്ട്. അത് എപ്പോൾ? അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ്, പിന്നെ ശരീരം നമ്മൾ നശിപ്പിക്കുകയാണ്, കത്തിച്ചു കളയോ സംസ്കരിക്കുകയോ ചെയ്താണ് അതിനെ നമ്മൾ നശിപ്പിച്ചിരുന്നത്. കാര്യം അതുകൊണ്ട് ഉപയോഗമില്ല, അത് നശിക്കേണ്ടതാണ്. പക്ഷെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ആത്മാവ് നമുക്ക് കാണാൻ പറ്റില്ല. അത് അതിൻ്റെതായ സ്പേസിലേക്ക് അതിന് പോകണം. ഭൂമിക്കും ചന്ദ്രമണ്ഡലത്തിനും ഇടയ്ക്കുള്ള സ്പേസിലാണ് ഇവർക്ക് വാസം എന്ന് പറയും. അതാണ് പിതൃലോകം എന്ന് പറയുന്നത്. ആ ഒരു സ്പേസിലേക്കാണ് ഇവർ പോകുന്നത്, സ്വർഗലോകം എന്ന് പറയുന്നത് പോലെ. അവിടേക്ക് ഇവർക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഭൂമിയിൽ അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് ബന്ധുത്വം ഉണ്ടായിരുന്ന ആൾക്കാർ ചെയ്തു കൊടുക്കേണ്ടുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ പൂർണ്ണമായും ചെയ്തു കൊടുക്കണം. കൊടുത്താൽ മാത്രമേ അവർക്ക് ഈ പറഞ്ഞ സ്പേസിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പുനർജന്മത്തിലേക്കുള്ള വഴികൾ തുറന്നു കിട്ടുകയുള്ളൂ. അപ്പം അവിടത്തേക്ക് പ്രവേശിക്കുന്നതിനാണ് നമ്മൾ ഈ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും മതാചാരപ്രകാരം ദേശാന്തര വ്യത്യാസങ്ങളോടുകൂടി മരണാനന്തര കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അത് ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അങ്ങനെ ചെയ്തു കൊടുക്കാതെ മോക്ഷപ്രാപ്തി കിട്ടാതെ നിൽക്കുന്ന ആത്മാക്കളെല്ലാം ഈ 365 ദിവസത്തിന് ശേഷം, ഒട്ടുമിക്കതും, എല്ലാത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ഒട്ടുമിക്കതും മോക്ഷപ്രാപ്തി കിട്ടാതെ വന്നാൽ അവരെല്ലാം പ്രേതാത്മാക്കളായിട്ട് മാറും. മോക്ഷപ്രാപ്തി കിട്ടിയാൽ അതിൽ കൊലപാതകം നടന്നായാലും ആത്മഹത്യയായാലും മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു അകാല മൃത്യു ഏതായാലും ഈ 1 വർഷം കൊണ്ട് ആ ആത്മാവിന് ചെയ്തു കൊടുക്കേണ്ടുന്ന തർപ്പണങ്ങൾ കൃത്യമായി ചെയ്തു കൊടുത്താൽ അവരൊരിക്കലും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും ദോഷകാരിയായി മാറില്ല. ഞാൻ തുടക്കം പറഞ്ഞ പോലെ സ്വാഭാവിക മരണം സംഭവിച്ച ഒരു ആത്മാവായാലും അവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന തർപ്പണങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവർ നമുക്ക് ദോഷകാരിയായിട്ട് മാറും. അതിന് ആത്മഹത്യ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പം ഒരാൾ മരിച്ചു പോയാൽ നമ്മൾ അവരുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എങ്കിൽ നമുക്ക് ആ ആത്മാവിനെ കൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് വരുന്ന മറ്റൊരു വ്യത്യാസം, സ്വാഭാവിക മരണം സംഭവിക്കുന്ന ഒരാത്മാവിനെ, അല്ലെങ്കിൽ അവർക്ക് ആത്മാവിന് വേണ്ടി ചെയ്യുന്ന തർപ്പണങ്ങളും അകാല മൃത്യു സംഭവിക്കുന്ന, അതായത് ആത്മഹത്യയോ കൊലപാതകമോ അതുപോലുള്ള മാരക രോഗങ്ങൾ വന്ന് വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ സാധാരണ നമ്മൾ ചെയ്യുന്ന മരണാനന്തര കർമ്മങ്ങളെക്കാൾ ഉപരി കുറച്ചുകൂടി കാര്യങ്ങൾ അവർക്ക് ആത്മാവിന് വേണ്ടി നമ്മൾ ചെയ്താൽ മാത്രമേ അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടുകയുള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ ആത്മഹത്യ ചെയ്യുന്ന ആത്മാക്കൾ ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കാറില്ല. അവർക്ക് കൃത്യമായി അവരെ മോക്ഷപ്രാപ്തി പദത്തിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അത് ആത്മഹത്യ ചെയ്തതായാലും സ്വാഭാവിക മരണം സംഭവിച്ചതായാലും ആത്മാക്കൾ നമുക്ക്, മനുഷ്യരാശിക്ക് എപ്പോഴായാലും അത് ദോഷമായി തന്നെ വരും. കാരണം മരിച്ചു കഴിഞ്ഞാൽ, മരണം എന്ന് വെച്ചാൽ എന്താണ്? ദേഹവും ദേഹിയും വിട്ടൊഴിയുന്ന അവസ്ഥയ്ക്ക്, അത് ശരീരവും ആത്മാവും വിട്ടൊഴിയുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. ശരീരവും ആത്മാവും ഒന്നിക്കുമ്പോൾ അത് ജനനവും, ശരീരം ജനിച്ചു കഴിഞ്ഞാൽ മരണമുണ്ട്. അപ്പോൾ ശരീരവും ആത്മാവും വിട്ട് കഴിഞ്ഞാൽ അത് മരണമെന്ന് പറയുന്നു. അങ്ങനെ മരണം സംഭവിച്ചാൽ വീണ്ടും ജനനമുണ്ട്. അപ്പോൾ പുനർജന്മം ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. പക്ഷേ ആ പുനർജന്മത്തിലേക്ക് ഈ ആത്മാക്കളെ കൊണ്ടെത്തിക്കുന്ന ആദ്യ നടപടി, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവരോടൊപ്പം വസിച്ചിരുന്നവരിൽ നിന്നും കിട്ടുന്ന, അതിൻ്റെ രക്തബന്ധം എന്ന് പറയാം, അവരിൽ നിന്നും കിട്ടുന്ന തർപ്പണങ്ങൾ കൂടി മാത്രമേ, അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടി മാത്രമേ ഇവർക്ക് മോക്ഷപ്രാപ്തി കിട്ടുകയുള്ളൂ. അങ്ങനെ മോക്ഷപ്രാപ്തി കിട്ടാതിരുന്നാൽ, അതായത് നമ്മൾ ഈ 1 വർഷത്തോളം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട, മരിച്ച് 5നോ 6നോ നടക്കുന്ന സഞ്ചാന്യം, 16 നടക്കുന്ന പുല്ലകുളി അടിയന്തരം, അതിനുശേഷം 13 ദിവസം, 1 വർഷത്തിനുള്ളിൽ വരുന്ന 13 ദിവസം കൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന മാസബലി 13ാമത്തെ വാർഷിക ബലിയായി ആഘോഷിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇനി എങ്ങനെ മരിച്ച ആത്മാവായാലും അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടുകയും മനുഷ്യരാശിക്ക് പിന്നെ ഒരിക്കലും അവർ ഒരു ദോഷകാരിയായി വരില്ല. അപ്പോൾ എല്ലാവരുടെ ചോദ്യം ഇതായിരുന്നു, ആത്മഹത്യ ചെയ്യുന്ന ആത്മാക്കൾ നമുക്ക് ദോഷകാര്യമായി വരുമോ, അവർ നമ്മളോട് പക വീട്ടുമോ എന്നുള്ളത്. അത് പേടിച്ച് ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ ഒരാൾ മരിക്കാൻ അറിഞ്ഞോ അറിയാതെയോ കാരണക്കാരായവരാണ്. കാര്യം അവർക്ക് ഉള്ളിൽ അറിയാം, ഞാൻ കാരണമാണ് അവൻ മരണപ്പെട്ടു പോയത്. ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ അങ്ങനെ നടക്കുന്നുണ്ട്. നന്നായി ജോലി ചെയ്ത് കൊടുക്കുന്ന, നന്നായി സംരക്ഷിക്കുന്ന ഭാര്യയായാലും ഭർത്താവായാലും അവസാനം അവരെ അവഗണിച്ച് തള്ളിക്കളയും. കാര്യം ഒരു ഭർത്താവാണെങ്കിൽ പോലും അയാളുടെ കുടുംബത്തിനെ
എല്ലാം മറന്നുകൊണ്ട് ചിലപ്പോൾ സ്വന്തം സുഖങ്ങൾ പോലും അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ, സ്വന്തം ഭാവി പോലും നോക്കാതെ ഒരു കുടുംബത്തിനെ, ഭാര്യയും മക്കളെയും അദ്ദേഹം സംരക്ഷിക്കുന്നത് അവസാന കാലത്ത് അവർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ്. മിക്കവാറും സംഭവിക്കുന്നത് അങ്ങനെയല്ല. അദ്ദേഹത്തിനെ സംരക്ഷിക്കുകയില്ല എന്ന് മാത്രമല്ല, അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിനെ തീർത്തും അവഗണിക്കും. അവസാനം ഒന്നുമില്ലാതെ മുന്നോട്ട് ഒരു നിമിഷം നീങ്ങി മുന്നോട്ട് പോകാൻ പോലും പ്രതീക്ഷയില്ലാതെ വരുമ്പോൾ ചില വിഡ്ഢികളായ മനുഷ്യൻ ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ മറ്റ് ആൾക്കാർ വിളി തുടങ്ങും, അയ്യോ അങ്ങനെ ആയിരുന്നല്ലോ, ഇങ്ങനെ ആയിരുന്നല്ലോ, എൻ്റെ അടുത്ത് വന്നെങ്കിൽ ഞാൻ നോക്കുമായിരുന്നല്ലോ, ഞാൻ പൊന്നാക്കുമായിരുന്നു, സ്വർണ്ണമാക്കുമായിരുന്നു, തങ്ക കട്ടിയാക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആൾക്കാർ മുമ്പേ കിടന്നുകൊണ്ട് നിലവിളിയും ബഹളമൊക്കെ കാണിക്കും. അതിലൊന്നും ഒരു സത്യവുമില്ല, ഒരു ആത്മാർത്ഥതയില്ല. അങ്ങനെ വിളിക്കുന്നവർക്കുള്ളിൽ അറിയാം, ഞാൻ കാരണമാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. സ്ത്രീകളായാലും തിരിച്ചും അങ്ങനെ തന്നെയാണ്. പുരുഷന്മാരെ കാണിച്ചാലും സ്ത്രീകൾ ആത്മഹത്യ ചെയ്യാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പം അങ്ങനെ ഒരാളെ ഒരു ആത്മഹത്യയിലേക്ക് കൊണ്ടിടുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ഭയപ്പാടും അതിൽ നിന്നും വരുന്ന ഒരു ചോദ്യവുമായിരുന്നു ഇതും. അതിന് എൻ്റെ മുന്നിൽ ഒരു കേസ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രേത അനുഭവങ്ങളാണ് ഞാൻ അധികം പറയുന്നത്. എൻ്റെ അടുത്ത് സമാനമായിട്ടുള്ള ഒരുപാട് കേസുകൾ വരാറുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ പറയുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും അവർക്കുള്ളതാണെന്ന് വിചാരിക്കും. ഒരു കാരണവശാലും അങ്ങനെ. എന്നാൽ യഥാർത്ഥത്തിലുള്ളവർക്ക് സംശയമില്ല, അവർക്കറിയാം അവരുടെ കേസ് തെറ്റാണെന്ന്. പക്ഷേ അവരുടെ പേരോ നാടോ ഒന്നും പറയാതാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, പേര് പറയണം, നാട് പറയണം, മൊബൈൽ നമ്പർ പറയണം, ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു വ്യക്തിയെ അവർ തകർന്ന് തരിപ്പണമായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. പിന്നെ അവരുടെ ഈ അവശതയെ അല്ലെങ്കിൽ അവരുടെ ഈ കഷ്ടകാലത്തെ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നടിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു നല്ല പ്രവൃത്തിയായിട്ട് ഞാൻ കണക്കാക്കത്തില്ല. പക്ഷെ എങ്കിലും നമ്മുടെ വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മളോടൊപ്പം ജീവിക്കുന്നവർക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നാൽ അതിൽ നിന്നൊക്കെ എങ്ങനെ മുൻകരുതലെടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ച് ഈ എക്സ്പീരിയൻസ് അവർക്ക് ആവശ്യമാണ്. അപ്പം അത് ഒരാളെയും വേദനിപ്പിക്കാതെ, ഒരാളിനും ഞാനാണെന്ന് തോന്നാത്ത വിധത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും ചില ആൾക്കാർക്ക്, അപ്പം ഈ വിളിച്ച് സംസാരിച്ച ആളിന് അയാളുടെ സംഭവമല്ല ഞാൻ പറഞ്ഞത്, അയാൾ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചു, പുള്ളിക്ക് ഇങ്ങനെ ആയിരുന്നല്ലോ എന്നുള്ള കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത് കേരളത്തിന് പുറത്ത് തമിഴ്നാടിൻ്റെ ഏകദേശം നിന്നും വന്ന ഒരു ആളിനുണ്ടായ ഒരു അനുഭവ കഥയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എന്നോട് വിളിച്ച് ഈ കയ്യും കാലും പിടിച്ച് നിലവിളിച്ച് പറഞ്ഞത് കേരളത്തിനകത്തുള്ള ഒരു ആളുമാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അപ്പം അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കരഞ്ഞു വിളിച്ചാണ് പറഞ്ഞത്. ഒരാളെ കരയിപ്പിച്ചുകൊണ്ടോ അയാൾ എത്ര ദുഷ്ട സ്വഭാവമുള്ള ആളോ കട്ടെ, അല്ലെ അയാൾ കാരണം 150 പേര് മരിക്കട്ടെ, പക്ഷെ ഞാൻ കാരണം അങ്ങനെ ഒരു വിഷമം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് അൺലിസ്റ്റ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംഭവകഥ ഒഴിവാക്കിക്കൊണ്ട്, ആ ഒരു ഉദാഹരണം ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ആത്മഹത്യ ചെയ്യുന്ന ആത്മാക്കളെ എന്നല്ല, ഒരാത്മാക്കളെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എപ്പോഴാണ് ആത്മാക്കൾ നമുക്ക് ദോഷകാരിയായി വരുന്നതെന്ന് ഞാൻ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുകൊണ്ട് ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രേതബാധ ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, സർപ്പദോഷങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ഭൂമിക്കും വീടിനും ഒക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ ഞങ്ങളെപ്പോലുള്ളവർ അവിടെ നേരിട്ട് വന്ന് അത് കണ്ട് പരിശോധിച്ച് അതിന് പരിഹാരം ചെയ്യുന്നതായിരിക്കും ഉത്തമം. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ അവിടെ വന്ന് നോക്കി പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ തന്നെ നേരിട്ട് അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്ന് അറിയാനുള്ള സംവിധാനമുണ്ട്. അതിന് നിങ്ങൾ വരേണ്ടത് തിരുവനന്തപുരത്താണ്. അങ്ങനെ വരുന്നെങ്കിലും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ മാത്രം നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.